ഭാഗ്യശാലി ആരാണ് എന്ന കാര്യത്തിൽ ചില സൂചനകൾ പുറത്തു വരികയാണ്. ഒരു സ്ത്രീക്കാണ് ഓണം ബമ്പർ അടിച്ചത് എന്ന വിവരമായിരുന്നു. ഇല്ല, കണ്ടില്ല, ഞാൻ പോയില്ലായിരുന്നു. അല്ല, വീട്ടിൽ പോയില്ലേ? പുള്ളിയുടെ വീട്ടിൽ പോയില്ല. അല്ല, ഈ ആളുടെ വീട് അടച്ചു വിട്ടിരിക്കുകയായിരുന്നു. ഇല്ല, ആളില്ല അവിടെ. ആളില്ല. അയാളാണോന്ന് അറിയാനും പാടില്ല. സംശയം കൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ വന്ന് ചേട്ടനെ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇല്ല, അവര് ഇവിടെ വെറുതെ ജസ്റ്റ് ഇതിലൂടെ പോയപ്പോ ചോദിച്ചതാണ്. ചോദിച്ചു എന്താ ഇത്ര ആൾക്കാരെന്നൊക്കെ ചോദിച്ചതാ. അപ്പൊ ഫോട്ടോ കാണിച്ചോ? ലോട്ടറിയുടെ ഒരു ഫോട്ടോ. ലോട്ടറിയുടെ ഒരു ഫോട്ടോ. ജോലിയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അവർക്ക് വീട്ടിലിരിക്കണം. ഫോട്ടോ കണ്ടായിരുന്നോ ലോട്ടറിയുടെ? ഇല്ല, ഞാൻ കണ്ടില്ല. വേറെ ആളെ കാണിച്ചു എന്ന് പറഞ്ഞു. എന്താ സംശയം തോന്നാൻ കാരണം? ഇല്ല, ഞങ്ങളിങ്ങനെ ഈ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ കാരണമാണ്. ആ പുള്ളി എന്നോട് വന്ന് ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞു. നെട്ടൂര് തന്നെ. അതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇന്നലെ ഈ ലോട്ടറി അടിച്ച് ഭാഗ്യവതി കടയിൽ വന്നിരുന്നു. മിണ്ടാതെ പോയി. പുള്ളി അവർക്ക് ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും, പറയാനുള്ള പേരറിയില്ല ആണെന്നാ തോന്നുന്നു. അറിയില്ല വരുമെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയില്ല. അതാണെന്ന് നോക്കട്ടെ. ആണെങ്കിൽ അതോ നാളെ ബാങ്ക് ടൈമിന് ശേഷം ചിലപ്പോ പറയാൻ പറ്റും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. നാളെ കിട്ടിയിട്ടില്ല. സ്ത്രീ വന്നിരുന്ന് നേരത്തെ എന്റെ അടുത്ത് തന്നെ വന്നു. പക്ഷെ അതാണോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. ഇല്ല, എന്നെ കാണിച്ചിട്ടില്ല. എന്റെ സുഹൃത്തിനെ കാണിച്ചു. അങ്ങനെ ധാരണ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, സുഹൃത്തിനെ കാണിച്ചു. അതൊന്നുമില്ല, വീട്ടിൽ നിന്ന് ആയിരിക്കുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. നോക്കട്ടെ കേട്ടോ. എൻ്റെ ഒരു സ്ഥലമാണ്. നമ്മൾ ഇവിടെ തന്നെയാണ് ഫുൾ ടൈം വീട്ടിലെ കൂടെ ഉള്ളത്. എല്ലാവർക്കും അതിന് അറിയാവുന്നതല്ലേ. ഓണം ബമ്പർ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് വന്നത്. ഒരു സ്ത്രീക്കാണ് എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു. അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അവിടുത്തെ പ്രദേശവാസി. പക്ഷേ ഉറപ്പില്ല അവർക്ക് തന്നെയാണോ ഭാഗ്യം എന്നത് ഉറപ്പില്ല. അല്പസമയത്തിനകം അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സംസാരിച്ചയാളും പങ്കുവയ്ക്കുന്നത്. ലോട്ടറി ഏജൻസി ഉടമ ലതീഷ് നേരത്തെ സംസാരിച്ചിരുന്നു. മറ്റൊരാൾ പറഞ്ഞാണ് ഇങ്ങനെ ഒരു സൂചന ലഭിച്ചത്. എന്തായിരുന്നു ലതീഷ് പറഞ്ഞത്? പ്രിയ, കേൾക്കാമെങ്കിൽ. ഇപ്പോൾ എല്ലാവർക്കും ഈ വിവരം കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നത് ഒരു സാധാരണ സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചത്. അവരൊരു ദൈനംദിന ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാണ്. അങ്ങനെ ഏറ്റവും അനിവാര്യമായി പണത്തിന് ആവശ്യമുള്ള ഒരാൾക്ക് ഭാഗ്യം തേടിയിരിക്കുന്നു എന്ന വലിയ സന്തോഷമാണ്. അതേസമയം തന്നെ ഇവർക്ക് തന്നെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമില്ലേ? അതെ, അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം ആ ലോട്ടറി കൈവശമുള്ളയാൾ അത് സമ്മതിക്കണം. അതുവരെ അതൊരു സംശയം മാത്രമായി നിലനിൽക്കുകയാണ്. നിലവിൽ ഇവരുള്ള സുഹൃത്തുക്കളും യതീഷേട്ടൻ്റെ സുഹൃത്തുക്കളടക്കം പറയുന്നത് ഈ ടിക്കറ്റ് കൈവശമുള്ളയാൾ, ലോട്ടറി അടിച്ച 25 കോടിയുടെ ടിക്കറ്റ് കൈവശമുള്ളയാൾ ആ വനിത ഇന്നലെ കടയിൽ വന്നിരുന്നു, ടിക്കറ്റുമായി വന്നിരുന്നു. പക്ഷേ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടിയുടെ പുറത്ത് തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് വിവരം അവർ പറഞ്ഞില്ല. വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീട് ഈ കടയുടമയുടെ ഒരു സുഹൃത്തിനാണ് ഈ ലോട്ടറിയുടെ ടിക്കറ്റിൻ്റെ ഫോട്ടോ അവർ അയച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ബമ്പർ അടിച്ചത് നെട്ടൂർ സ്വദേശിനിക്ക് തന്നെയാണ് എന്ന വിവരം ഇവർ ആദ്യമായി സൂചനകൾ നൽകുന്നത്. അല്പസമയം മുമ്പാണ് വീട്ടുജോലിക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണ്, മകൾക്കൊപ്പം മകൾ മാത്രമുള്ള ആളാണ്, നെട്ടൂർ താമസമാക്കുന്ന ഒരു ലേഡിയാണ് ഈ ഭാഗ്യവതി എന്നൊരു സൂചന കൂടി കടയുടമയുടെയും സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ അവർ ഇക്കാര്യം ഇതുവരെ തനിക്കാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമധ്യത്തേക്ക് വന്നിട്ടില്ല. അവർക്കത് രഹസ്യമാക്കി വെക്കാനാണോ താല്പര്യമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പാണ് ഇവർ പറഞ്ഞത് അവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെയോ ആയി അക്കാര്യം പറയും എന്നതാണ് ഇവർ പറയുന്ന വിവരം. എന്തായാലും നെട്ടൂർ താമസിക്കുന്ന ഒരു വനിതയ്ക്കാണ്, ഒരു ഭാഗ്യവതിയാണ് ഇത്തവണ തിരുവോണം ബമ്പർ അടിച്ചിരിക്കുന്നത് എന്നതാണ് ഈ കടയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതാരാണ് എന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നേരത്തെ ലതീഷിൻ്റെ ഒരു സുഹൃത്താണ് നമ്മളോട് സംസാരിച്ചത്, സലാം. അദ്ദേഹമാണ് പറഞ്ഞത് ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു, പക്ഷെ അവർ വെളിപ്പെടുത്തിയില്ല, തിരികെ മടങ്ങി. പിന്നീട് ഈ ഫോട്ടോ രാത്രി അയച്ചു തന്നു. അതറിഞ്ഞ് രാവിലെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ വീട് അടച്ചു പോയിരിക്കുകയായിരുന്നു. ഫോണിലാണ് ഒരു സുഹൃത്ത് ഈ ഫോട്ടോ കണ്ടത്. പിന്നെയാണ് മറ്റുള്ളവർ ചേർന്ന് വീട്ടിലേക്ക് പോവുകയും ഒറ്റയ്ക്കുള്ളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും സഹായം വേണമോ എന്നറിയാൻ ഉൾപ്പെടെ അവർ വീട്ടിലേക്ക് പോയത്. പക്ഷേ അപ്പോഴേക്കും അവർ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിയിരുന്നു. പിന്നീട് അല്പസമയം മുമ്പ് താൻ പേരൊരു പക്ഷേ ഇന്നോ നാളെയോ വെളിപ്പെടുത്തിയേക്കുമെന്നൊരു സൂചന കൂടി ഭാഗ്യവതിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്.